ഇന്ന് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള നല്ല പതള്ള വെള്ളയപ്പം അതുപോലെ തന്നെ അതിന് പറ്റിയൊരു വെജിറ്റബിൾ കറിയാണ് കേട്ടോ റെസിപ്പി. അപ്പോൾ വെള്ളയപ്പം ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നല്ല പച്ച കളറുള്ള തേങ്ങ ഇളനീര് പോലത്തെ തേങ്ങ എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അതിലേക്ക് തേങ്ങ ചിരകി എടുക്കുമ്പോൾ അപ്പോൾ കുതിർത്തിയെടുത്ത പച്ചരിയിലേക്ക് ചോറും പഞ്ചസാരയും ഉപ്പും കൂടിയിട്ട് അരച്ചെടുക്കും കേട്ടോ. ഇപ്പം തേങ്ങ ഇടില്ല, ആദ്യം അരിയും ചോറും പഞ്ചസാരയും ഉപ്പും കൂടി ആദ്യം അരച്ചെടുക്കും. ആ അരച്ചെടുത്തതിന് ഒരു 2 ടീസ്പൂൺ ഒരു ഗ്ലാസ് വെള്ളത്തിൽ കപ്പി കാച്ചെടുക്കുക എന്നാണ് പറയുക. ഇതിനെ ഇങ്ങനെ കുറുക്കിയെടുക്കണം കേട്ടോ. മാവ് നന്നായി കുറുകി വന്നു കഴിഞ്ഞാൽ ചൂടാറി കഴിഞ്ഞാൽ രണ്ടാമത്തെ ബാച്ച് അരയ്ക്കാം. ഇപ്പോൾ ഫസ്റ്റ് ബാച്ചിലാണല്ലോ ഇത് കുറുക്കിയെടുത്തത്. അങ്ങനെ അത് കുറുക്കിയെടുത്തതിന് ശേഷം ബാക്കി ഇതേ അരപ്പിലേക്ക് ഒരു അര മുറി തേങ്ങയും അതുപോലെ ഈ കപ്പി കാച്ചിയതും ചൂടാറിയതും കൂടി ഇട്ടിട്ട് നന്നായി അരച്ചെടുക്കണം കേട്ടോ. അങ്ങനെ 2 ബാച്ചായിട്ടാണ് കേട്ടോ അരച്ചെടുക്കുക. അങ്ങനെ അരച്ചെടുത്തിട്ട് അത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഈസ്റ്റും കൂടി ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് അത് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഓവർനൈറ്റ് വെക്കും കേട്ടോ. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള വെജിറ്റബിൾ കുറുമയിലേക്ക് ഗ്രീൻ ബീൻസ് തലേദിവസം വെള്ളത്തിൽ കുതിർക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. ഇത് പച്ചക്കറി പറയണത് ഉരുളൻകിഴങ്ങ്, പിന്നെ സബോള, ക്യാരറ്റ്, ബീൻസ് ഇത്രയാണ് കേട്ടോ. ഇത് വേവിക്കാൻ വെക്കുമ്പോൾ എനിക്കൊരു പച്ചമുളക് കീറിയതും പിന്നെ ഇഞ്ചി കുറച്ച് ചതച്ചതും ഇടും. പിന്നെ അതുപോലെ തന്നെ കുറച്ച് പഞ്ചസാരയും ഉപ്പും കൂടി ഇട്ടിട്ടാണ് കേട്ടോ ഇത് വേവിക്കാൻ വെക്കാം. സാധാരണ കറി കാച്ചിയതിന് ശേഷം പഞ്ചസാര ഇടും. കുറുമയിൽ ചെറിയൊരു മധുരം അതറിയില്ല, തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ള വൈറ്റ് കളറുള്ള കുറുമയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് അതങ്ങനെ കുക്കറിൽ വേവിക്കാൻ വെക്കും. അപ്പോൾ ഇതേ പിറ്റേ ദിവസം നമ്മുടെ മാവ് ഒക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ കുറുമക്കറിയിലേക്ക് അങ്ങനെ കുക്കറിൽ വിസിലടിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അത് വേവുമ്പോൾ ഗ്രീൻ ബീൻസും ഈ വെജിറ്റബിൾസും സെപ്പറേറ്റ് വേവിക്കുക കേട്ടോ. വെജിറ്റബിൾ വേവ് കുറവും ഗ്രീൻ ബീൻസ് വേവ് കൂടുതലാണല്ലോ. പിന്നെ ഫ്ലെയിം നന്നായി കുറച്ചിട്ടിട്ട് വേണം നമ്മൾ വെള്ളയപ്പം ചുട്ടെടുക്കാനായിട്ട്. ലോ ഫ്ലെയിമിലിട്ടിട്ട് അപ്പോഴാണ് നന്നായി പെർഫെക്റ്റായിട്ട് വെള്ളയപ്പം കിട്ടുക കേട്ടോ. ഇനി വെജിറ്റബിൾ കറിക്കായിട്ട് ഒരു ചീഞ്ചട്ടി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പട്ട, ഏലക്കായ, ഗ്രാമ്പു ഇത്രയും സ്പൈസസ് ചേർത്തിട്ട് പൊട്ടിച്ചിട്ട് അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച വെജിറ്റബിൾസൊക്കെ കൂടി ചേർത്ത് അതിലേക്ക് നല്ല കട്ടിയുള്ള പാല് നമ്മൾ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ നമ്മൾ കറിക്ക് വെള്ളം കൂടിയെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടിപ്പാണ്, ഒരു ടീസ്പൂൺ കോൺഫ്ലവർ പൊടി നമ്മൾ പച്ചവെള്ളത്തിൽ കലക്കിയിട്ട് അത് ഒഴിച്ചു കൊടുത്ത കറി നല്ല തിക്കായിട്ടിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ ചിക്കൻ സ്റ്റൈൽ ഈ സെയിം മെത്തേഡ് തന്നെയാണ്. വെജിറ്റബിൾ വേവിക്കുമ്പോൾ ചിക്കനും കൂടി ഇട്ടിട്ട് വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ വെജിറ്റബിൾ കുറുമയായി, ചിക്കൻ കുറുമയായി. അതുപോലെ തന്നെ ബീഫ് കുറുമയാണെന്നുണ്ടെങ്കിൽ ബീഫ് സെപ്പറേറ്റ് വേവിച്ചിട്ട് ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. കഴിച്ചോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ് കേട്ടോ.